കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കൂത്തുപറമ്പിലാണ്. കൂത്തുപറമ്പ് എന്ന് പറഞ്ഞാൽ വലിയ ചരിത്രമുറങ്ങുന്ന ഒരു പട്ടണമാണ്. കൂത്തുപറമ്പിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ പ്രേക്ഷകരാലോചിക്കും, എന്തിനാണ് നാട്ടിലുടനീളം ഹൈപ്പർ മാർക്കറ്റുകളുണ്ടല്ലോ, എന്തിന് സക്സസ് സ്റ്റോറി ഒരു ഹൈപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുന്നു? അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? വടക്കേ മലബാറിലെ ജനപങ്കാളിത്തത്തോടെയുള്ള അഥവാ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് 1000 പേരുടെ പങ്കാളിത്തത്തോടുകൂടി ഒരു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കുക. 5 നിലയിൽ 30,000 സ്ക്വയർ ഫീറ്റ്. നവജാത ശിശു മുതൽ മുതിർന്ന പൗരന്മാർ വരെയുള്ള മനുഷ്യർക്ക് വേണ്ട നിത്യ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുക. ഡിസംബർ 1-നാണ്. അപ്പോൾ സാധാരണ നാട്ടിൽ ഒത്തിരി ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ തുടങ്ങാറുണ്ട്, അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മുടെ വടക്കേ മലബാറിൻ്റെ പ്രിയപ്പെട്ട വടകരയുടെ MP ഷാഫി പറമ്പിൽ നാടിന് സമർപ്പിച്ചപ്പോൾ ഒരു ജനസഞ്ചയം തന്നെയാണ് ഒഴുകിയെത്തിയത്. കൂത്തുപറമ്പ് നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. അത്രയേറെ ജനപങ്കാളിത്തമുള്ള ഒരു ഉദ്ഘാടനമാണ് നടന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ഉദ്ഘാടനം നടന്നപ്പോൾ സക്സസ് സ്റ്റോറി അന്വേഷിച്ചു, ഇതെങ്ങനെയാണ്, ഇത്രയും ജനങ്ങൾ എങ്ങനെയാണ് എത്തിയത്? അപ്പോഴാണ് അതിൻ്റെ അണിയറ രഹസ്യങ്ങളിലേക്ക് ഞങ്ങൾ സഞ്ചരിച്ചത്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് രൂപീകരിക്കുക, നിലവിൽ 1000 പേരുടെ പങ്കാളിത്തത്തോടെ ഒരു സ്ഥാപനം തുടങ്ങുക, 140 പേർക്ക് ജോലി നൽകുക. അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ സംഘാടകരാരാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. 4 വ്യവസായ പ്രമുഖരാണ് അതിൻ്റെ അണിയറയിലുള്ളത്. 4 പേർ. ഒന്ന് നമാസ്കോ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ നൗഫൽ നമാസ്കോ, അതുപോലെ തന്നെ ബൂം ബേബി എന്ന നമ്മുടെ കുട്ടികളുടെ വസ്ത്രങ്ങളുടെ നിർമ്മാണ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ AT അബൂബക്കർ, കൂടെ കർണാടകയിൽ വ്യാപകമായിട്ടുള്ള VA ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉടമ വലിയ അരിപ്പയിൽ ബഷീർ, അതോടൊപ്പം അബുദാബി കേന്ദ്രമായുള്ള ഷംസ ഇലക്ട്രോണിക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഹാരിസ് മുട്ടമ്മേൽ. ഈ 4 പേരാണ് ഇതിൻ്റെ ഇടയിൽ. നാബിൻ്റെ മാനേജിംഗ് ഡയറക്ടർ നൗഫൽ നമാസ്കോ, അതിൻ്റെ ഡയറക്ടർ AT അബൂബക്കർ, ഇവർ 2 പേരാണ് നമ്മോടൊപ്പം ചേരുന്നത്. 2 പേർക്കും ഒപ്പം പ്രേക്ഷകർക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമുക്ക് നൗഫലിൽ നിന്ന് തുടങ്ങാം. നൗഫൽ, താങ്കൾ ആദ്യം ഈ കൊടക് കേന്ദ്രീകരിച്ചായിരുന്നല്ലോ ബിസിനസ് രംഗത്ത് വരുന്നത്. ആദ്യം താങ്കൾ എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകണമല്ലോ, എന്നാലല്ലേ നാബിൻ്റെ തലപ്പത്തേക്ക് അതിൻ്റെ അമരക്കാരനായി വരുമ്പോൾ താങ്കളുടെ എക്സ്പീരിയൻസ് ജനങ്ങൾ അറിയണം. എവിടെയാണ് താങ്കൾ ബിസിനസ് ആരംഭിച്ചത് ആദ്യം? എൻ്റെ തുടക്കം യഥാർത്ഥത്തിൽ 1994-95 കാലഘട്ടത്തിൽ കർണാടകയിലെ കൂർഗ് ജില്ല പരിചയം ഇല്ലാത്തൊരു മലയാളീസ് ഉണ്ടാവില്ല, കൊടക് എന്നാണ് പറയപ്പെടുക. അവിടെയായിരുന്നു എൻ്റെ ബിസിനസിന്റെ അരിശ്രീ കുറിച്ചത്. ഞാനൊരു വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വരുന്നത്. നമ്മുടെ ഫാമിലിയിലുള്ള ഒട്ടുമിക്ക ആളുകളും വെളിച്ചെണ്ണ, തേങ്ങ, നാളികേര ഉൽപ്പന്നങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. എൻ്റെ കാരണവർ അരിപ്പയിൽ മുഹമ്മദ് ഹാജി, അദ്ദേഹം തേങ്ങ ബിസിനസ്സിൽ അതീവ ശ്രദ്ധ നേടിയ ഒരു ആളായിരുന്നു. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലുള്ള നാളികേരം അതിൻ്റെ പല ഭാഗങ്ങളിലും സ്വന്തം വണ്ടിയിൽ കൊണ്ടുപോയി കയറ്റി മഹാരാഷ്ട്ര പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു വ്യാപാരിയായിരുന്നു എൻ്റെ കാരണവരായ അരിപ്പയിൽ മുഹമ്മദ് ഹാജി. ഇന്ന് റാറാബീസ് ഹോട്ടൽ തലശ്ശേരിയിലെ അതിൻ്റെ ചെയർമാൻ. അദ്ദേഹം ഇപ്പോൾ നമ്മോട് കൂടെ ഇല്ല, മരണപ്പെട്ടു. അങ്ങനെ അതിനുശേഷം അതിൻ്റെ പിന്തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ 5 പെൺമക്കളിൽ മിക്ക ആളുകളും ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇതിലേക്ക് വന്നിട്ടുള്ളത്, മാർക്കറ്റിലേക്ക്. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മക്കൾ 5 പെങ്ങന്മാരാണ്. അതിൻ്റെ ഭാഗമായി ഞാനും ഈ നാളികേരവുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ ബിസിനസ് എന്നുള്ളത് വെളിച്ചെണ്ണ സ്മോൾ പാക്ക് ചെയ്ത് കർണാടകയിലെ പ്രത്യേകിച്ച് കൂർഗിലെ വിവിധ, അന്ന് കൂർഗിനെ സംബന്ധിച്ചിടത്തോളം വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. നമുക്ക് തീർച്ചയായും അന്ന് കൈരളി എന്ന പേരിലാണ് ഞാനത് തുടക്കം കുറിച്ചത്. കൈരളി അന്ന് ആ കാലഘട്ടത്തിലൊക്കെ പ്രമുഖരായ പല കമ്പനികളും കൂർഗിൽ ഉണ്ടായിരുന്നു. പാരച്യൂട്ട് പോലെയുള്ള പല കമ്പനികളും ഉണ്ടായിരുന്നു.
പക്ഷേ ഒരു 2 വർഷം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കൂർഗിൽ ഏറ്റവും ലീഡിങ് വെളിച്ചെണ്ണ സെയിൽ നമ്മളിലേക്ക് വരികയായിരുന്നു. ഒരു കഠിനാധ്വാനത്തിന്റെ കഥ തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ആ കാലഘട്ടത്തിൽ ഒരു അന്യ സംസ്ഥാനത്ത് എത്ര വയസ്സിലാണ് അങ്ങോട്ട് പോകുന്നത്? ഏകദേശം ഞാൻ പ്രീ ഡിഗ്രി, ആ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ 18 വയസ്സാകുമ്പോഴേക്ക് തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മള് കൊടകിൽ എത്തി. അവിടുന്ന് അവിടെയുള്ള അങ്ങനെ ഒരു ആശയം മനസ്സിൽ എങ്ങനെ ഉണ്ടാകുന്നത്? ഒരാളിപ്പോ നേരം വെളുത്ത ഞാൻ കൊടകിലേക്ക് പോകാൻ തീരുമാനിക്കുമല്ലോ. അല്ല, ഈ കൂർഗിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ നമ്മളെ ഫാമിലിയിൽപ്പെട്ട ഒട്ടനവധി ആളുകൾ അവിടെ പല സ്ഥലങ്ങളിലും അതെ. ഇപ്പൊ ഈ പറഞ്ഞ എ.ടി. അബൂബക്കറിന്റെ ഉപ്പാന്റെ ഉപ്പ VA മമ്മുഹാജി, അദ്ദേഹം തുടക്കം കുറിച്ച ബിസിനസ് സുണ്ടിക്കുപ്പയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഫാമിലിയും ആളുകളൊക്കെ സുണ്ടിക്കുപ്പ എന്ന് പറഞ്ഞ കൂർഗിൽപ്പെട്ട ഒരു സ്ഥലത്തുണ്ട്. അതുപോലെ വിരാജപേട്ട, മടിക്കേരി തുടങ്ങിയ പല സ്ഥലങ്ങളിലും നമ്മുടെ ഫാമിലി റിലേറ്റീവിൽപ്പെട്ട ഒട്ടനവധി ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ കാണാൻ വേണ്ടി അത്യാവശ്യം കൂടുതലൊക്കെ പോകും. പക്ഷെ ഞാൻ ആ സമയത്ത് എന്റെ മനസ്സിൽ ക്യാച്ച് ചെയ്തത് എന്റെ പ്രോഡക്റ്റ് ഇവിടെ ഏത് തരത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ കൈരളി ശരിക്കും കുടക് ലക്ഷ്യമാക്കി തന്നെ തുടങ്ങിയതാണ്. എത്ര വർഷം? 100% കുടക് ലക്ഷ്യമാക്കി തുടങ്ങിയത്. പ്രൊഡക്ഷൻ അവിടെ തന്നെയായിരുന്നു? അല്ല, പ്രൊഡക്ഷനൊക്കെ നമ്മുടെ സ്വന്തം നാടായ അടുത്ത പാച്ചപ്പൊയിലായിരുന്നു. അവിടുന്ന് പ്രൊഡക്റ്റ് ചെയ്ത് ഈ സാധനം അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടുപോയി വിറ്റു, വിപണി കൈയടക്കി. അതെ അതെ. ആ കൈരളി എത്ര കാലം കൊണ്ടു നടന്നു? ഏകദേശം ഞാൻ 2004 വരെ ഞാൻ തന്നെ മാർക്കറ്റിംഗിൽ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്തിരുന്നു. ഞാൻ തന്നെ സ്വന്തമായിട്ട് മാർക്കറ്റിംഗിലും നോക്കാനും അവിടെ സാധനങ്ങൾ എത്തിക്കുവാനും ഒക്കെ. എത്ര വർഷം കൈരളി എന്ന പ്രൊഡക്റ്റ് കൊടകിലെ കർണാടകയിൽ ആ പേരിൽ നിലനിന്നു? ഇപ്പോഴും കൈരളി കൊടകിലുണ്ട്. ഇപ്പോഴും അവിടെ കൊടകിന്ന് നമാസ്കോലും വരുന്നത് എപ്പോഴും കഴിഞ്ഞെങ്കിലും കൈരളി എന്നുള്ള ബ്രാൻഡ് മാറ്റാൻ കൊടകിലെ കച്ചവടക്കാരൻ അനുവദിച്ചു. ഇപ്പോഴും കൈരളി തന്നെ. നമുക്ക് തിരിച്ചു വരാം. അബൂബക്കർ, എവിടെയാണ് തുടക്കം? എന്റെ തുടക്കം പിന്നെ സൊണ്ടിക്കുപ്പ തുടങ്ങുന്നത്. നമ്മൾ ബിസിനസ് ഫാമിലിയാണ്. അപ്പോൾ ഫാദർ കൂടിയാണ് ഫസ്റ്റ് ആദ്യമായിട്ട് പോകുന്നത് കൊടകിലേക്ക്. ഏകദേശം പിന്നെ 20 വയസ്സിന് മുമ്പ്, 18 വയസ്സ്, 20 പേരെന്തായിരുന്നു? KP അസ്വാജി എന്ന് പറഞ്ഞ പേര്. കൊടകിൽ പോകുന്നു. അവിടെ പലചരക്കടയാണ്, ഹോൾസെയിലിലെ പലചരക്കടയാണ്. പിതാവിന്റെ പിതാവ് തുടങ്ങിയതാണ്. അങ്ങനെ പിതാവിലേക്ക് വന്ന് അതിനുശേഷം ഞാൻ ഏറ്റെടുത്ത് അതിനുശേഷം കുറച്ച് ബിസിനസ് കുറച്ച് വിപുലീകരിച്ച് അതിനുശേഷം കുരുമുളക് ബിസിനസ്സിലേക്ക്. കുരുമുളക് ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. കുരുമുളക് കാഫിയാണ് മെയിൻ. കൂർഗ് എന്ന് പറഞ്ഞാൽ കുരുമുളക് കാഫിയാണ്. കുരുമുളക് പിന്നെ എല്ലാ സ്ഥലത്തും നല്ല ബിസിനസ് അവിടെ വരുന്നതിന് കുരുമുളക് പാട്ടം, കോഫി പാട്ടം, ആ രീതിയിലാണ് എല്ലാ ബിസിനസ്. പാട്ട് കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം പാട്ട് കൊടുക്കാൻ തുടങ്ങി. മലയാളികൾ കേരളത്തിലും കണ്ണൂർ ജില്ലയിലും മലയാളികൾ അധികം അവിടെ വരുന്നത് പാട്ടെടുക്കാനും ആ ബിസിനസ്സിലേക്കാണ് വരുന്നത് അധികം. അപ്പോൾ ആ തലത്തിലേക്ക് വന്ന് നമ്മൾ കുരുമുളക് ഏകദേശം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അവിടുന്ന് പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന രീതി തുടങ്ങി. അവിടെ സ്പൈസ് ഓഫ് കുർഗ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയതാണ്. കുരുമുളക്. അതിനുശേഷം 2010 ശേഷം നമ്മൾ നമാസ്കോ, സിദ്ധാപുരം, കുറുകിലേക്ക് വേറെ ബ്രാഞ്ചും കൂടി വന്ന് കൂടി നമ്മൾ നമാസ്കോ ആ സമയത്ത് 2010 തന്നെ നമ്മള് ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ച് നമ്മളൊരു ബോട്ടിൽ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടായിരുന്നു. അതും നമാസ്കോ എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ച ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അത് 2010-ലാണ്. അതിൽ നമാസ്കോ ട്രേഡ്സ് ആൻഡ് എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് ആ കമ്പനിയായിട്ട് നമ്മൾ രൂപീകരിച്ചത്. അതിൽ മാനേജിംഗ് ഡയറക്ടർ ഞാനാണ്. എന്റെ ഒരു ബ്രദർ ജംഷീർ നമ്മൾ അതിൽ തന്നെ കൂടെ ഉണ്ട്. ബാക്കിയുള്ള നമ്മുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇത് ഏകോപിപ്പിക്കാൻ വേണ്ടി. അതിനുശേഷം 2012 ഈ പറഞ്ഞതുപോലെ സിദ്ധാപുരം, ഇദ്ദേഹം ഉണ്ടായിരുന്നത് സുണ്ടിക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ഒരു തുടക്കം. നമ്മൾ സിദ്ധാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരഞ്ഞെടുക്കുകയും അവിടെ ഇതിന് വളരെയധികം പോസിബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. കാരണം കുരുമുളക് എന്ന് പറയുന്ന ഒരു അവിഭാജ്യ ഘടകമാണ് കൂർഗിനെ സംബന്ധിച്ചിടത്തോളം. 2 പ്രോഡക്റ്റാണ് കൂർഗിൽ, ഒന്ന് കോഫി, പിന്നെ ഒന്ന് കുരുമുളകാണ്. ഈ കുരുമുളക് നമുക്ക് ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗത്തേക്കും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയും അങ്ങനെ അബൂബക്കറും ഞാനും കൂടെ ആലോചിച്ചു നമ്മളൊരു നമാസ്കോ ട്രേഡ്സ് ആൻഡ് എക്സ്പോർട്സ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു പുതിയൊരു ബ്രാൻഡ്. അതെ, അങ്ങനെയാണ്. നൗഫൽ, ഈ നമാസ്കോ തുടങ്ങിയതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നിങ്ങളുടെ ഈ പറഞ്ഞ വെളിച്ചെണ്ണ, വെള്ളം, വേറെ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ ഇറക്കിയിരുന്നത്? നമ്മള് വെളിച്ചെണ്ണ തുടക്കി. അതിനുശേഷം നമ്മള്
ബോട്ടിൽ മാനുഫാക്ചറിങ്. നമ്മൾ ഇന്ന് കണ്ണൂർ ജില്ല, കോഴിക്കോട് ജില്ലകളിലേക്കുള്ള ഒട്ടനവധി മാനുഫാക്ചറിംഗ് പെറ്റ് ബോട്ടിലുകൾ, വെള്ളം വരുന്ന ബോട്ടിൽ, സ്ക്വാഷ്, സോഫ്റ്റ് ഡ്രിങ്ക്, പിക്കിള്, അങ്ങനെയുള്ള ഒട്ടനവധി ഇവിടെയുള്ള പ്രമുഖരായ പല കമ്പനികൾക്കും നമ്മളിപ്പോൾ ഈ ബോട്ടിൽ അത് പാച്ചപ്പയ്ക്കൽ. നാട് വിട്ടിട്ട് ഒരു കളിക്കില്ല. അല്ലെ, നമ്മൾ പൊതുവെ മലയാളികൾ കേൾക്കുന്ന ഒരു എപ്പോഴും പറയുന്ന ഒരു പേടി, നമ്മൾ ഇവിടെ ഒരു വ്യവസായം തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, നടത്തിക്കൊണ്ടു പോകാൻ പറ്റൂല, പ്രതിസന്ധിയാണ്. താങ്കൾ ഇപ്പൊ ഈ പറയുന്നതെല്ലാം 3 പതിറ്റാണ്ട് മുമ്പ് കൈരളിയുടെ പ്രൊഡക്ഷൻ പാച്ചപ്പയ്ക്ക് തുടങ്ങുന്നു, നാമോസ്കർ സ്ഥാപിക്കുന്നു, അവിടെ ബോട്ടിൽ നിർമ്മാണം നടത്തുന്നു, ഇതെല്ലാം ചെയ്യുന്നു. എങ്ങനെ സാധിക്കുന്നു? നാടും നാട്ടുകാരും നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തും തുടങ്ങാലോ. പിന്നെ നമുക്ക് എന്താ പ്രശ്നം? നാട്ടുകാർക്ക് ഒട്ടനവധി ആളുകൾക്ക് ജോലി കൊടുക്കാൻ നമ്മൾ തയ്യാറായി വന്നതെന്ന് തന്നെ നാട്ടുകാർക്ക് നമ്മൾ എത്ര പേർക്ക് ജോലി ഉണ്ട് ഇപ്പോൾ ഏകദേശം 85ഓളം ആളുകൾ നേരിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷമായിട്ട്, പരോക്ഷമായിട്ട് വേറെ ഒത്തിരി ആളുകൾ, പ്രദോഷമായിട്ട് പല ഡിസ്ട്രിബ്യൂഷനും ബാക്കി കഴിഞ്ഞിട്ട് മറ്റു അങ്ങനെ അവിടുന്ന് പലചരക്ക് കഴിയുന്നു. അത് കഴിഞ്ഞ് മലഞ്ചരക്കിലേക്ക് വരും, പലചരക്കിൽ നിന്നും മലഞ്ചരക്കിലേക്ക്. അതൊരു 10-15 വർഷം അവിടെ മലഞ്ചരക്കുമായിട്ട് പോയി. അതിനുശേഷം അതിന്റെ എക്സ്പോർട്ട് ഒക്കെ ഈ മറ്റ് സ്റ്റേറ്റിലേക്കാണ്. കേരളത്തിൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും, 24 സംസ്ഥാനങ്ങളിലേക്കും, എല്ലാ സംസ്ഥാനങ്ങളായിട്ടും. അതിന്റെ നെറ്റ്വർക്ക് എങ്ങനെയായിരുന്നു? നെറ്റ്വർക്ക് പിന്നെ ബിസിനസ് ഓരോ സംസ്ഥാനത്തും ഓരോ എല്ലാ സ്ഥലത്തും നിങ്ങൾ പോകും, നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഓരോ പർച്ചേസ് നമ്മുടെ ടീം ഉണ്ടാവും. ഡൽഹി, അതിന് ഓരോ സ്ഥലങ്ങളിലേക്ക് വ്യത്യസ്ത ഏജന്റ് ഉണ്ടാവും. നമാസ്കോ ഇന്റർനാഷണൽ തുടങ്ങിയപ്പോഴും ഞാനും ഈ പറഞ്ഞ മുളക് ഫീൽഡിലേക്ക് കടന്നു വന്നല്ലോ. ഏകദേശം അല്ലെ ഒരു 3 മാസത്തോളം ഞാൻ തന്നെ നേരിട്ട് ആ കൗണ്ടർ ഡീൽ ചെയ്തിരുന്നു. മുളകിന്റെ കാര്യത്തിൽ തലയിച്ചാണ്. അപ്പൊ പലചരക്കിൽ നിന്ന് കുരുമുളകിലേക്ക്, ഇവിടെയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ നിന്ന് ബോട്ടൽ നിർമ്മാണം, കുടിവെള്ള നിർമ്മാണം, അങ്ങനെ ആ മേഖലയിലേക്ക് പോകും. നിങ്ങൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം ഞങ്ങള് പാച്ചപ്പയ്യ നമ്മുടെ അടുത്തടുത്ത വീടാണ്. അപ്പൊ പാച്ചപ്പയിൽ നമുക്ക് എന്തെങ്കിലും സംരംഭം വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ പാച്ചപ്പയിൽ തന്നെ നമ്മളൊരു കിഡ്സിന്റെ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ്, അതൊരു പ്രൊഡക്ഷൻ ചെയ്യാൻ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് സെറ്റ് ആക്കണമെന്ന് വിചാരിച്ചു. അല്ല, അത് മനസ്സിലാകാത്തത് നിങ്ങൾ പലചരക്കൊക്കെ, പലചരക്കിന് ടച്ചുള്ള സാധനമാണ് മലഞ്ചരക്ക്, അത് മനസ്സിലാക്കും. അവിടുന്ന് ഈ കിഡ്സിന്റെ വസ്ത്ര വ്യാപാര ലോകത്തേക്ക് വരിക അങ്ങനെ വന്ന് നാട്ടിൽ സ്ഥാപനം വേണമെന്ന് കുറച്ച് നമ്മൾ തിരുപ്പൂർ അവിടെ പോയി ഒന്ന് പഠിച്ച് അതിനുശേഷം നമ്മൾ ചെറുങ്ങനെ തുടങ്ങി. ഒരു 10 ആളെ വെച്ച് ചെറുങ്ങനെ തുടങ്ങി. ഉഷാറാണെങ്കിൽ ഏകദേശം 4 വർഷം കഴിഞ്ഞു. 4 വർഷം ചെറുങ്ങനെ തുടങ്ങിയതാണ്. ബൂം ബേബി. നമ്മളിങ്ങനെ ബൂം ബൂം എന്നില്ല അങ്ങനെ സംസാരിച്ച് അങ്ങനെ ബൂം ബേബി ആയിപ്പോയി. അപ്പൊ അത് അതിനുശേഷം 10 ആൾ ചെറുങ്ങനെ തുടങ്ങിയതാണ്. നമുക്ക് സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ചെറുങ്ങനെ തുടങ്ങി. ഇവിടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളാണ്, നമ്മുടെ കുടകളിൽ അധികം ബിസിനസ് ഉണ്ടായത്. അപ്പൊ നാട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ്, നാട്ടിൽ തുടങ്ങാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് കുറെ ആൾ പേടിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ നമ്മൾ ചെറുങ്ങനെ തുടങ്ങി, 10 ആളെ വെച്ച് തുടങ്ങി. ഇന്ന് ഏകദേശം 300 ആളോളം വർക്ക് ചെയ്യുന്നുണ്ട്. 300 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുശേഷം 300 കുടുംബങ്ങൾക്ക് എത്താനാണ് നിങ്ങളുടെ സ്ഥാപനം. ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ചെറുങ്ങനെ തുടങ്ങി അങ്ങനെ വലുതായിട്ട് വന്നതാണ്. ഇപ്പം നാട്ടുകാരെ നല്ല സപ്പോർട്ട് ഉണ്ട്, എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ട്. എല്ലാ സപ്പോർട്ടും ചെയ്തിരുന്നു. ഞങ്ങള് ചെറിയ കുട്ടികളെ പിന്നെ പ്രസവിച്ച മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി ഡ്രസ്സ്, കാരണം കുട്ടികളെ സ്കിന്നിന് കണക്കായിട്ടുള്ള ഫാബ്രിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്രയും നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം കേരളത്തിൽ തന്നെ ഏകദേശം 3000 ഷോപ്പുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല അഭിപ്രായമാണ്, ജനങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്, നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോളും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? ക്വാളിറ്റി ചെക്കിംഗ് ആയിട്ട് വേറെ തന്നെ വിഭാഗം വേറെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ചെക്കിംഗ് ആയിട്ട്. അപ്പൊ അത്രയും ശ്രദ്ധിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് നല്ല ഫീഡ്ബാക്ക് ആണ്, ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ അവരുടെ ഈ കേരളത്തിൽ പുറത്തേക്ക് ഈ സാധനം പോകുന്നുണ്ടോ? അതെ, പോകുന്നുണ്ട്. UAE പോകുന്നുണ്ട്, സൗദി ഉണ്ട്, ഖത്തർ, ഒമാൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ യൂറോപ്പിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് യൂറോപ്പിലേക്ക് ഓസ്ട്രേലിയൻ ബയർ വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് സെറ്റ് ആവുന്ന ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വിദേശ മാർക്കറ്റ് അടക്കം നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ എന്നൊരു സങ്കല്പത്തിലേക്ക് പോകാൻ കാരണം എന്താണ്? കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഹൈപ്പർ മാർക്കറ്റ്, ആദ്യം ചെറിയ ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് അവിടെ ഉണ്ടല്ലോ, സുണ്ടിക്കുപ്പുണ്ട്, ചെറുക്കന, പിന്നെ മുൻസൂരുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെറിയ കുട്ടികൾക്ക് ഡ്രസ്സിന് വന്ന് ചോദിക്കുക. അപ്പോൾ അത് നല്ല സെയിൽ നടക്കുന്നുണ്ട് അവിടെയല്ലോ. ചെറിയ കുട്ടികൾ ഗിഫ്റ്റ് പ്രസവിച്ചപാട് ഗിഫ്റ്റിന് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആശയം നമുക്ക് മനസ്സിലാവുന്നത്. ഇതങ്ങനെ ഡെഡ് സ്റ്റോക്ക് ആവില്ല, ഇത് നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് ആവും, ആ രീതി പോകുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ കിഡ്സിലേക്ക് വരുന്നത്. അത് ഇന്ന് വിപണി നല്ല നിലക്ക് കൈയടക്കി കഴിഞ്ഞു. അതെ, കുട്ടികളുടെ ഇപ്പം നല്ല കേരളത്തിൽ അത്യാവശ്യം ആര് ചോദിച്ചാലും ബേബി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു.
അപ്പൊ ആ നിലക്ക് വളർന്നു. ആ നിലക്ക് നൗഫൽ, ഇപ്പൊ ഈ 3 പതിറ്റാണ്ട് കാലത്തെ നിങ്ങളൊരു ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പ്രീ ഡിഗ്രി 16-ാം വയസ്സിൽ പണി തുടങ്ങി. ഇപ്പൊ നിങ്ങൾ ഈ നമാസ്കോയിൽ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകുന്ന, നിങ്ങൾ ഇവിടുത്തെ ഈ നാവിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നൽകുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഷെയർ ചെയ്യുക? കാരണം വളരെ ചെറിയ പ്രായത്തിൽ ബിസിനസ് രംഗത്തേക്ക് വരുന്നു, പ്രതിസന്ധികൾ, കേരളം പോലൊരു സ്ഥലത്ത് എന്ത് തുടങ്ങുമ്പോൾ പ്രതിസന്ധിയാണെന്ന് പറയുന്നു. അതിനെയൊക്കെ നേരിട്ട് ഇത്രയും സ്ഥാപനങ്ങൾ നടത്തിയപ്പോൾ നിങ്ങൾക്ക് അതിൽ നൽകാൻ പറ്റുന്നൊരു സന്ദേശം ഉണ്ടാകും. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മൾ വ്യവസായം തുടങ്ങുന്നതും. ഇതുവരെ ഇത്രയും വർഷക്കാലത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഏത് സർക്കാരാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്നോ നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ നല്ലൊരു സഹകരണമാണ് നമുക്ക് ലഭിച്ചത്. എവിടെയും നമുക്കൊരു എന്തെങ്കിലും ഒരു പരാതി പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എല്ലാ തരത്തിലും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചും ഞാൻ നോക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. വിദേശത്ത് പോകുന്നത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമ്മൾ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. അത് ഇതുവരെ പിന്നെ ദൈവസഹായം കൊണ്ട് അത് നടന്നിട്ടുമുണ്ട്. അതുപോലെ അപ്പോൾ നമ്മൾ ആലോചിച്ച മറ്റൊരു കാര്യം, എന്തുകൊണ്ട് നമ്മുടെ നാട്ടുകാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു സ്ഥാപനം തുടങ്ങിക്കൂടാ? ഇതായിരുന്നു നമ്മുടെ ഒരു ആശയം തുടക്കത്തിൽ. അപ്പോൾ നാട്ടുകാരെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു വലിയ പൈസ ഉള്ള ആളോ അല്ല പണക്കാരനോ ആയ ആളുകൾ മാത്രം അവരുടെ കയ്യിലുള്ള പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നതിലുപരി സാധാരണക്കാരെ നമുക്ക് ചേർത്ത് പിടിക്കണം. അപ്പോഴല്ലേ നമ്മുടെ നാട്ടിൽ നമുക്കൊരു എന്തെങ്കിലും ചെയ്തു എന്നൊരു തോന്നലുണ്ടാവുകയുള്ളൂ. അതിന്റെ ഭാഗമായി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങിയാൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ നമ്മുടെ കർണാടകയിലുള്ള VA ബഷീർ, അദ്ദേഹത്തിന് 10-ൽ പരം ഹൈപ്പർ മാർക്കറ്റ് കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ, അതെ, മറ്റൊരു ബിസിനസ് പങ്കാളിയായ VA മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് സമ്മതിക്കുകയും നമുക്ക് അതിലേക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ആശയത്തിന് രൂപം നൽകുകയുണ്ടായി. അങ്ങനെയാണ് നാവിലേക്ക്. എപ്പോഴെങ്കിലും ഈ പ്രവാസ ലോകത്ത് നിങ്ങളുടെ പരിചയക്കാരെല്ലാം പ്രവാസ ലോകത്തെ ബിസിനസ് മാഗ്നറ്റുകളാണ് ഒട്ടനവധി. താങ്കളാണെങ്കിൽ റോൾ മോഡലായിട്ട് എനിക്ക് തോന്നുന്ന MA യൂസഫലിയുടെ ചിത്രമാണ് താങ്കളുടെ പ്രൊഫൈൽ പിക്കിലുള്ളത്. എല്ലാം പ്രവാസ ലോകത്ത് പോയി വിൻ ചെയ്ത ആളുകളാണ്. എപ്പോഴെങ്കിലും പ്രവാസ ലോകത്ത് പോയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ നിലയെത്താം എന്ന് തോന്നിയിട്ടുണ്ട്? അല്ല, ഞാൻ ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ 16 ദിവസം മറ്റൊരു സ്ഥലത്ത് ഞാൻ മാറി താമസിച്ചിട്ടില്ല. 15 ദിവസം മാത്രമേ നാട് വിട്ടിട്ട് പോയിട്ടുള്ളൂ. 16-ാമത്തെ ദിവസം ഞാൻ എങ്ങനെയും നാട് പിടിക്കും. ഉംറയ്ക്ക് പോയ സമയത്ത് തന്നെ 14 ദിവസം, 15-ാമത്തെ ദിവസം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എത്തി. അപ്പൊ എനിക്ക് നാട് അത്ര ഇഷ്ടം. ഒരിക്കലും പ്രവാസത്തെ കുറിച്ച് ഒരു കാരണവശാലും എന്ത് ബിസിനസ് പ്രവാസ ലോകത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ഇവിടുന്ന് ഒരു 15 ദിവസം വിട്ടിട്ട് കളിക്കാൻ ഈ യൂസഫ് അലിയുടെ വീട്ടിന്റെ മുറ്റത്താണ് ബിസിനസ്, വീട്ടിൽ തന്നെയാണ്. താങ്കള് അങ്ങനെ പ്രവാസ ലോകത്ത് ബിസിനസ് ഉണ്ടോ ഇപ്പൊ നിലവില്? ഇതല്ലാതെ ഈ എക്സ്പോർട്ടിംഗ് അല്ലാതെ ദുബായിൽ അത് ബ്രാഞ്ച് ഉണ്ട്. എപ്പോഴെങ്കിലും ഈ പ്രവാസ ലോകം ഈ കുടങ്ങില് പോകുന്നതിന് പകരം പ്രവാസ ലോകത്ത് പോയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കുമ്പോഴല്ലേ യൂസഫ് അലി MA യൂസഫ് അലി ആയിട്ട് ചേർന്നുള്ള പടമാണ്. അദ്ദേഹത്തെ എവിടെ നിന്നാണ് കണ്ടത് ശരിക്കും? അദ്ദേഹത്തെ ഞാൻ ആ പ്രൊഫൈലിലുള്ള ഫോട്ടോ അടക്കം നമ്മളൊരു കേരളത്തിലെ ഒരു 250ഓളം വ്യവസായികളെ വെച്ചിട്ട് ഒരു അസറ്റ് 2020 എന്ന് പറഞ്ഞ ഒരു സംഗതി അന്ന് സർക്കാർ സംഘടിപ്പിച്ചിരുന്നു. പിണറായി വിജയൻ സാർ ഉള്ള സമയത്ത് കൊച്ചി ലുലു ഇന്റർനാഷണൽ സെന്ററിൽ വെച്ചിട്ട്. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുള്ള സമയത്തുള്ളതാണ്. അന്ന് ഈ പറഞ്ഞ ഒരു വൈഡായിട്ടുള്ള ഒരു വലിയൊരു സമ്മേളനമൊന്നുമല്ല, ഒരു ഇൻഡോറല്ലേ, ഇൻഡോറിൽ ഒരു 250ഓളം ആളുകൾ പങ്കെടുത്തൊരു. അല്ല, അദ്ദേഹത്തിന്റെ ജീവിതകഥയൊക്കെ ഞാൻ കേട്ടപ്പോൾ ഒരു മോട്ടിവേഷൻ എന്ന നിലയിൽ വളരെ ചെറിയ നിലയിൽ തുടങ്ങുകയും പിന്നെ സ്വന്തമായി അദ്ദേഹത്തിന്റെ അത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച രീതിയിൽ അദ്ദേഹം വളർന്നു വന്നു എന്ന് പറയുമ്പോൾ എന്റെ ജീവിതവും അത് തന്നെയാണല്ലോ. തുടക്കത്തിലുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കൂർഗിലെ പോകുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, രാത്രി 2-2:30 മണിക്കൊക്കെ നമ്മൾ ഈ സാധനം കോക്കനട്ട് ഓയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത ഒരു 18 വയസ്സുകാരൻ ആ പാതിരാത്രിയിൽ എവിടെ എങ്ങനെയെന്നുള്ളൊരു ഇതില്ലാത്ത രീതിയിലൊക്കെ തുടക്കത്തിൽ വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഒരു പക്ഷേ അന്ന് നിർത്തിപ്പോരേണ്ട രീതിയിലേക്കൊക്കെ ചിന്ത മാറി. അതിനകത്തുണ്ടായ ഏറ്റവും തീവ്രമായ ഒരു അനുഭവം പറയാൻ പറ്റുമോ? കൊടക് പോലുള്ള ഒരു സ്ഥലത്ത്, ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് അങ്ങനെ ഈ രാത്രി 2:30 മണിക്ക് ഇതെല്ലാം വരുമ്പോ അന്നുണ്ടായ ഒരു അനുഭവം? അന്ന് ഈ കൊടകിൽ നിന്നും അത്ര അധികം ലോഡ്ജുകളും നമുക്ക് സുഖസൗകര്യങ്ങളൊന്നും ഉള്ള സ്ഥലമൊന്നുമല്ല കൊടക് എന്ന് പറഞ്ഞാൽ. ഇപ്പം ബാംഗ്ലൂരൊക്കെ ഓക്കെ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുളക് പാട്ടത്തിന്റെ സമയങ്ങളിലും ബാക്കിയുള്ള ഈ കുരുമുളകിന്റെ ഇതെല്ലാം എടുക്കുന്ന സമയത്ത് ഉള്ള ഹോട്ടലൊക്കെ റഷായിരിക്കും, ഫുള്ളായിരിക്കും.
അപ്പൊ നമ്മൾ ഈ 2.5 മണിക്കെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞാൽ അന്ന് ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ല. നമ്മൾ അവിടെ പോയിട്ട് റൂം അന്വേഷിക്കണം, കണ്ടെത്തണം. ഈ 2.5 മണിക്ക് ഞാൻ പോയിട്ട് ഒരു സ്ഥലത്തും റൂം കിട്ടാനില്ല. അങ്ങനെ എല്ലാ ലോഡ്ജിലും കയറി എവിടെയും റൂം താമസിക്കാൻ കിട്ടുന്നില്ല. അവസാനം മറ്റൊരാള് താമസിക്കുന്ന ഒരു റൂമിൽ എൻ്റെ ആ ഒരു ദയനീയാവസ്ഥ കണ്ടിട്ട് ആ റൂമിൽ എനിക്ക് കയറി കിടക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തോന്നും ഇത്രയും കഷ്ടപ്പാടുള്ള ഒരു സമയമാണ്. പക്ഷേ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബ്രാൻഡ് അത് എങ്ങനെയെങ്കിലും അത് കൂടുതൽ നമ്പർ 1 ആക്കണം എന്നൊരു ചിന്ത. അതിൽ ഇടയിൽ ഈ കഷ്ടപ്പാടൊന്നും ഒന്നുമല്ല. ഈ കൈരളി എന്ന പേരിടാനുള്ള കാരണം എന്താ ആദ്യത്തെ ബ്രാൻഡിന്? അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല. അന്ന് കൈരളി കേരളത്തിന്റെ ഒരു ബ്രാൻഡ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാന്നുള്ളത്. സാധാരണക്കാരന് ഈ ബ്രാൻഡ് അറിയാത്ത ഉണ്ടാവില്ല. അത്രയും എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം ഈ ക്വാർട്ടർ വെളിച്ചെണ്ണ വരിക. അപ്പൊ അത് നല്ല കുപ്പി നല്ല കേരളത്തിൽ അവിടെ കൊടക് ജില്ലയിലെ എല്ലാ എസ്റ്റേറ്റ് കുടുംബങ്ങൾ ഉണ്ടാവില്ല, എസ്റ്റേറ്റ് ലേബർ കുടുംബം, അവർക്ക് ഇത് അറിയാത്ത ഒരു സംഭവം ഉണ്ടാവില്ല. എല്ലാവർക്കും ഈ ബ്രാൻഡ് അറിയാം. ഈ അബൂബക്കറിന് ഇപ്പം ഹാരിസ് പറഞ്ഞതുപോലെ, നൗഫൽ പറഞ്ഞതുപോലെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? ചെറുപ്പത്തിൽ ഈ കൊടകിലൊക്കെ പോയിട്ടുള്ള ജോലിയും ഉണ്ടാകുന്ന മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം. കൊടകിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മുതലേ റിസ്ക് ബിസിനസ് ആണ്. നമ്മൾ കുരുമുളക് എന്നെല്ലാം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടിന്റെ ബിസിനസ് തന്നെയാണ്. പാട്ടെടുക്കുന്ന സ്ഥലത്തെല്ലാം പോയി കഴിഞ്ഞാൽ രാത്രിയും ഫുഡും ഉണ്ടാവില്ല. ആ രീതിയിൽ നിന്നിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു ബിസിനസ് ആണ്. ഈ പാട്ടം എടുക്കുന്ന തോട്ടത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മളെ വീട്ടിൽ നിന്ന് മുമ്പ് ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊന്നും കിട്ടൂല. അവിടെ എന്ത് കിട്ടുന്നോ അത് കഴിച്ച് അങ്ങ് എന്തായിരുന്നു പ്രധാന ഭക്ഷണമൊക്കെ കൊടകിലെന്ത്? ശരിക്കും പരിപ്പല്ലേ നമ്മള് പരിപ്പ് രാവിലെ ഉച്ചക്കും വൈകുന്നേരം പരിപ്പും ചോറും അതായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതേ തോട്ടത്തിൽ കിട്ടും. ഞാനും പോയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കൂടെ പാട്ടെടുക്കാൻ പോയി. തോട്ടത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണാൻ ഈ കഷ്ടപ്പാട് നമുക്കൊന്നും അറിയണം. പരിപ്പും ചോറും തിന്നേണ്ടി വന്നു. 15 വർഷം പരിപ്പും ചോറുന്നതിന് തടിയാണ്. നൗഫൽ, താങ്കളുടെ പേര് ഇടക്കിടക്ക് മാറിപ്പോകുന്നുണ്ട്. താങ്കളുടെ ബിസിനസ് പങ്കാളി ഹാരിസിലേക്ക് ഇടക്കിടക്ക് പോകുന്നു. ഈ നാബ് എന്ന് പറഞ്ഞാൽ എന്താ? പേരെങ്ങനെയാണ് ഒരു ഹൈപ്പർ മാർക്കറ്റിന്? NABH വളരെ സിമ്പിൾ അല്ലേ? എന്താണ്? N നൗഫൽ, A അബൂബക്കർ, B ബഷീർ, H ഹാരിസ്. അത്രേ ഉള്ളൂ. ഈ 4 പേര് ഡയറക്ടർമാരെ ആദ്യ അക്ഷരം. മാനേജിംഗ് ഡയറക്ടർ താങ്കളാണ്. ഇതെപ്പോഴാണ് ഈ ആശയം മനസ്സിൽ വരുന്നത്? ഇതിപ്പോ നമ്മള് ഈ പറയുന്ന ബിൽഡിംഗ് തുടക്കം കുറിച്ചപ്പോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ഒന്നുമല്ല. ബിൽഡിംഗ് നമ്മുടെ സ്വന്തമാണെങ്കിലും ബാക്കിയുള്ള ഒരു പ്രത്യേകിച്ചിട്ടുള്ള ഒരു ആശയമൊന്നുമില്ല. ബിൽഡിംഗ് എടുത്ത് വന്നപ്പോ നമുക്ക് ഈ ബിൽഡിംഗ് എടുക്കുമ്പോ എന്തായിരുന്നു നിങ്ങൾക്കൊരു കോൺസെപ്റ്റ്? ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ ഇല്ല. ഒരു ബിൽഡിംഗ് താനെ അങ്ങ് എടുക്കുക. താനെ നമ്മള് 4 ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. ഇപ്പം ഒരു 4 ഫില്ലർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഔട്ടർ വാള് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ട കാര്യം. നമുക്ക് ഓക്കുപൈൻ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ നമുക്ക് ഏതിലേക്ക് മാറാം എന്ന രീതിയിൽ പല ആളുകളും ബന്ധപ്പെട്ടു. ഇതിന്റെ വാടകയ്ക്കൊക്കെ വേണ്ടി ബന്ധപ്പെട്ടു. അപ്പൊ സ്ഥലത്താണ് ഈ ബിൽഡിംഗ് 24. അതെ. അപ്പോ പിന്നെ നമ്മൾ ആയതിനു ശേഷമാണ് ഒരു സമയം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു സ്ഥാപനം, നമ്മൾക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ അവിടെ എന്ത് തുടങ്ങാന്ന് പറഞ്ഞപ്പോ ഞാൻ ആക്കുമായി സംസാരിച്ചപ്പോ അബൂബക്കർ ആക്കു എന്ന് അതെ. അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഹൈപ്പർ മാർക്കറ്റിന്റെ ആശയം നമുക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും? ഈ ബിൽഡിംഗ് നിങ്ങൾ 2 പേരുമാണോ നിങ്ങൾ 4 പേരും? അത് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള 4 പേരും കൂടിയുള്ളത്. ഈ സ്ഥലവും ബിൽഡിംഗും അല്ല. അതെ. ആദ്യം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എടുത്തതാണോ? അല്ല, അത് പിന്നീട് അങ്ങനെ രൂപത്തിലേക്ക് എത്തിയതാണ്. അങ്ങനെ ഈ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള ആശയം ആക്കുവാണ് പറയുന്നത്, അബൂബക്കർ അല്ലേ? അതിന് പേരെന്താ? പേരിലൊക്കെ പിന്നീട് കണ്ടുപിടിച്ചു. പറഞ്ഞെങ്കിലും ഫുൾ സക്സസ് ആക്കുന്ന ഓഫർ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നൊരു ആശയം വരാൻ കാരണം എന്താ? സാധാരണ നാട്ടിലെ എല്ലാ ഹൈപ്പർ മാർക്കറ്റും കുറച്ച് മുതലാളിമാർ പൈസ ചേർന്ന് ഉണ്ടാക്കുക. അതാ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാട്ടുകാരെ നമുക്ക്, സാധാരണക്കാരനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ എന്താണ് മാർഗം? അത് പബ്ലിക് ലിമിറ്റഡ് മാത്രമേ കഴിയൂ. വേറെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ തന്നെ അതൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു 200ഓളം ആളുകളെ പറ്റുള്ളൂ. LLP ആണെങ്കിലും ഒരു ലിമിറ്റഡ് ആളുകളെ പറ്റുള്ളൂ. പബ്ലിക് ലിമിറ്റഡ് നമുക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിലും നമുക്ക് ഷെയർ കൊടുത്ത് പങ്കെടുപ്പിക്കാൻ പറ്റും. അതിനാണ് പബ്ലിക് ലിമിറ്റഡ് ആശയം. നമ്മൾ 1000 പേരുണ്ട്, 2000 പേര് നമ്മൾ
ടോട്ടൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. 1000-ഓളം ആളുകൾ നിലവിൽ ഇപ്പോൾ ഷെയർ എടുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത സെഗ്മെന്റിൽ 1000 ആൾക്കാരെ കൂടെ. ഷെയറിന്റെ വാല്യൂ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ശരി, ഒരു വീട്ടിൽ 2 ഷെയർ 20,000 രൂപയുടെ 1000 രൂപയുടെ ഷെയർ ആണ്, അത് 20,000. അങ്ങനത്തെ ഒരു വീട്ടിൽ 2 ഷെയർ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആശയം. ആ ഫാമിലിയെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അത് ആ ഫാമിലിയെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് അവരെ പല തരത്തിലും ഓഫറുകളൊക്കെ അവർ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ഒരു ഗോൾഡൻ കാർഡ് എന്ന ഒരു കാർഡ് ഇറക്കിയിട്ട് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ഇവിടുന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആശയം. ഗോൾഡൻ കാർഡാണ്. അവർക്കുള്ള ബെനിഫിറ്റ്സ് എന്താണ് ഗോൾഡൻ കാർഡ്? അവർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ കൊല്ലം സാധാരണ നോക്കുന്ന പോലെ നമ്മൾ അതിന്റെ വിഹിതം ഡിവിഡന്റ് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുക്കും. അതുകൂടാണ്ട് പല നമ്മുടെ ഈ ഹൈപ്പർ മാർക്കറ്റിലുള്ള പല സംഗതികളിലും ഇപ്പോ ഫുഡ് കോർട്ട് ഉണ്ട്, ഫണ്ട് സോൺ ഉണ്ട്, കുട്ടികൾ കളിക്കാനുള്ളതുണ്ട്. അവിടെയൊക്കെ നമ്മൾ അതിന്റെ ഒരു പെർസെന്റേജ് ഓഫ് ഡിസ്കൗണ്ട് അത് പബ്ലിക് എല്ലാവർക്കും കൊടുക്കില്ല, ഇവരെ മാത്രം ഉൾപ്പെടുത്തി കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ റൂട്ടൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ തുടങ്ങിയ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ റെഡി ആവാൻ ബാക്കിയുണ്ട്. അത് പൂർത്തീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള അവർക്ക് സപ്പോർട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ചില സമയങ്ങളിലുണ്ടാകുന്ന ഓഫേഴ്സ് അവർക്ക് മാത്രമായിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുമായിട്ട് ഉദ്ദേശിക്കുന്നത്. 1000 പേര് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ പരിധി എവിടെയാണ്? ഈ 1000 പേര് എവിടേക്കുള്ള? കൂത്തുപറമ്പിനടുത്ത് ഒരു 10-12 കിലോമീറ്ററിനകത്ത് മാത്രം. ആ കസ്റ്റമർ തന്നെയാണ് നിങ്ങളുടെ ബലം, നമ്മുടെ ബലം, അവരാണ് നമ്മുടെ വിജയം. ഈ നമ്മളെ December 1 ഇത്രയധികം ജനം വന്നത് നിങ്ങളുടെ ഈ ഷെയർ ഹോൾഡേഴ്സും കുടുംബക്കാരും തന്നെ ആയിരിക്കും കൂടുതൽ വന്നിട്ടുണ്ടാകും അല്ലേ? അത്രയധികം ജനമല്ലേ? നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാരും എല്ലാവരും അത് ഉത്തമോദാരം ഞാൻ പറഞ്ഞു. നമ്മള് നാട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അതല്ലേ നമ്മുടെ ധൈര്യം. നമ്മൾ ഇത്രയും കാലത്തെ ബിസിനസ്സിൽ നമ്മൾ എക്സ്പീരിയൻസ് അത് തന്നെയാണല്ലോ. എന്തിനും ജനപങ്കാളിത്തം എല്ലാത്തിലും. ഈ അബൂബക്കർ എന്തുകൊണ്ട് സാധാരണ ഈ വലിയ സൂപ്പർ സിനിമാ താരങ്ങളൊക്കെ വന്ന ഉദ്ഘാടനം ചെയ്യാറ് ഷാഫി പറമ്പിൽ എങ്ങനെ വന്നു? MP ആണെന്നുള്ളത്. അന്ന് ആ ചടങ്ങില് P. ജയരാജൻ, KP മോഹൻ ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സജീവമായി പങ്കെടുത്തിരുന്നു. എല്ലാവരുടെ ഭാഗത്തും എല്ലാം നല്ല സപ്പോർട്ട് കിട്ടി അല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ നാബ് ഹൈപ്പർ മാർക്കറ്റിൽ എത്ര സ്ക്വയർ ഫീറ്റിലാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത്? ഏകദേശം ബേസ്മെന്റ് ഉൾപ്പെടെ 30,000 സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ചെറിയ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ ഉള്ളവർക്കെല്ലാം ഒരുക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ കോസ്മെറ്റിക്സും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഹൗസ് ഹോൾഡ്, സെറാമിക്, കോക്രൈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഒരു ഫുഡ് കോർട്ടാണ്. ഈ ഫുഡ് കോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഗസ്റ്റ് നമ്മുടെ കമ്പനിയിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒട്ടനവധി ആളുകൾ വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഈ 14 കിലോമീറ്റർ പോയിട്ട് തലശ്ശേരിയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അവിടെ മാത്രമേ ഒരു റെസ്റ്റോറന്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഗസ്റ്റ് വന്നാൽ അവർക്ക് തന്നെ ഈ 14 കിലോമീറ്റർ ഓടിയിട്ട് ഒരു ഭക്ഷണം കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖകരമായി തോന്നുന്നില്ല. അങ്ങനെയാണ് ഈ ആശയത്തിന്റെ ഭാഗമായിട്ട് മറ്റൊരാൾക്ക് റെന്റ് കൊടുക്കുന്ന രീതിയിലല്ലാതെ നമ്മൾ തന്നെ ഫുൾ ഇന്റർഫിയർ ചെയ്തുകൊണ്ട് നമ്മളോട് കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ഷെയർ രീതിയിൽ നമുക്കൊരു ഫുഡ് കോർട്ട്, ഈ ഫുഡ് കോർട്ട് വേണ്ടുന്ന മുഴുവൻ സജ്ജീകരണങ്ങളും നാബ് തന്നെയാണ്, നാബ് സ്ക്വയറിനാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു റെന്റ് കൊടുക്കുന്ന ഫുഡ് കോർട്ടിന്റെ പ്രത്യേകത എന്താണ്? കൂത്തുപറമ്പ് പോലുള്ള ഒരു നഗരത്തിൽ ഒരു ഫുഡ് കോർട്ടിന്റെ സാധ്യത എത്രമാത്രം ഉണ്ട്? അതിന്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദ്യമായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് ഒരു ഫ്ലോറിൽ ജനങ്ങളെ ഇപ്പൊ ആവശ്യം എന്ന് പറഞ്ഞാല് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ഈ പ്രൊഫൈൽ ഫോട്ടോയൊക്കെ വെച്ച് പറയുമ്പോൾ ഇപ്പൊ യൂസഫ് അലി ഇപ്പോ ലുലു മാള് വന്നതിന് ശേഷം കൊച്ചി MG റോഡൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയി. ഇപ്പൊ എല്ലാം ചേർന്നിരിക്കുന്ന എടപ്പള്ളിയാണ്. എടപ്പള്ളിയിൽ ഒരുപാട് സ്ഥാപനങ്ങളും വന്നു എന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ ആശ്രയിക്കുന്നത് എപ്പോഴും എല്ലാം ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് കിട്ടുമെന്നുള്ളത് മാത്രമാണ്. അപ്പൊ നമ്മൾ ആ ആശയത്തിന്റെ ഭാഗമായിട്ട് വന്നത് ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധനം വാങ്ങണം, അവർക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണം. അതേസമയം കൊച്ചുകുട്ടികളുമായി വന്നു കഴിഞ്ഞാൽ അവിടെ ഉല്ലസിച്ച് തിരിച്ച് രാവിലെ വന്ന് വൈകുന്നേരം പോകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആവണം അവരുടെ അന്നത്തെ ആ ഒരു ദിവസം എന്ന് വെച്ചാൽ ആ ഒരാഴ്ച. അങ്ങനെയാണല്ലോ. അതിന് കണ്ട ഒരു ആശയം ഇത് തന്നെയാണ്, മറ്റൊന്നുമല്ല എന്നുള്ള കണ്ടെത്തലാണ്. നമ്മൾ ഈ 4ഉം ഒന്നിച്ച് ചേർത്തിട്ട് നമ്മൾ ഈ ഫുഡ് കോർട്ടിലെ നമ്മളിപ്പോൾ ഫുഡ് കോർട്ട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ എല്ലാ വെറൈറ്റി ഫുഡുകളും ലഭിക്കുന്ന ഒരു സംസ്കാരമാണ് ഫുഡ് കോർട്ട്. അതിപ്പോൾ ലുലുവിൽ പോയാലും എവിടെ പോയാലും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞാൽ നാടൻ വിഭവങ്ങൾ മുതൽ സമാവർ ചായ മുതൽ ഏറ്റവും നല്ല അറബിക് ഫുഡ് വരെ അതങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ് ശരി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന 5000 സ്ക്വയർ ഫീറ്റിലുള്ള ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്ക് നമ്മളെ മലബാർ രീതിയിലുള്ള ഭക്ഷണം
എല്ലാം അവിടെ ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ ഈ ജ്യൂസ് കൗണ്ടർ ഉണ്ട്, ഷെയ്ക്കും ബാക്കിയുള്ള ഫലൂദ പോലുള്ള അതേ അവിടെ തന്നെ ലഭിക്കുന്നുണ്ട്. ഫ്രൈഡ് ചിക്കൻ അടുത്തത് അതും അവിടെ കിട്ടുന്നുണ്ട്. ഫ്രൈഡ് ചിക്കൻ ഏത് ബ്രാൻഡാണ് വന്നിരിക്കുന്നത്? ചിക്ക് പഞ്ച്. അതെ, ചിക്ക് പഞ്ച് എന്ന് പറഞ്ഞാല് ഇവിടെ കേരളത്തിലല്ല, തമിഴ്നാട്ടിൽ മെഡ്രാസിൽ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ചെയ്തതാണ്, അവർ ഈ ഫ്രാഞ്ചൈസി ആണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഫുഡ് കോർട്ടിലിന്റെ ആൾ എന്ന് പറഞ്ഞ സലീം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഈ തിരുവനന്തപുരം ലുലു മാളില് എനിക്ക് തോന്നുന്നു ഫുഡ് കോർട്ടിൽ ഏറ്റവും കൂടുതൽ സ്ക്വയർ ഫീറ്റ്, റെസ്റ്റോറന്റ് സെക്ഷൻ അല്ല, ഫുഡ് കോർട്ടിൽ എക്സ്പീരിയൻസ് ആണ് അറിയേണ്ടത്. കാരണം കൂത്തുപറമ്പ് പോലുള്ള നമ്മളിപ്പോ വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരമാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞു വരുന്ന ഒരു പ്രധാന പോയിന്റാണ് തിരുവനന്തപുരം ലുലു മാളിൽ ആ എക്സ്പീരിയൻസ് കറക്റ്റ് പറയും. തിരുവനന്തപുരം ലുലു മാളില് അവരുടെ ഒരു വെജിറ്റേറിയൻ കൗണ്ടറാണ്. ഏതാണ്ട് 3300 സ്ക്വയർ ഫീറ്റ് സൗകര്യം അവർക്ക് അവിടെ ഉണ്ട്. ഈ പറഞ്ഞ സലീം എന്ന് പറയുന്ന അദ്ദേഹം മാഹിക്കാരനാണ്. മെഡ്രാസിൽ ഒരുപാട് റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ബ്രാൻഡിന്റെ പേര്? ഫാത്തിമ ഫുഡ് കമ്പനി എന്നുള്ള ഇതാണ് അദ്ദേഹത്തിന്റെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരാണെന്ന് തോന്നുന്നു. അല്ല, ലുലു മാളില് ഒരു നല്ല കൗണ്ടർ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ബ്രാൻഡാണ്. അങ്ങനെയുള്ളവർക്കല്ലേ ലുലുവിൽ പോകാൻ പറ്റും. പക്ഷെ അവിടെ ലുലു മാൾ അദ്ദേഹം ചെയ്യുന്ന വെജിറ്റേറിയൻ കൗണ്ടർ ഒരു മെയിൻ ഫ്രാഞ്ചൈസി എന്താ വസന്തവഹൻ എന്ന് പറഞ്ഞ ഒരു ഫ്രാഞ്ചൈസിയാണ് പുള്ളി അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ റഷും അവിടുത്തെ ബിസിനസ്സും കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഇതിന് ആപ്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മളെ അവിടെ പുള്ളിയെ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം വളരെ അധികം ഉത്സാഹത്തോട് കൂത്തുപറമ്പിൽ നമുക്കൊന്ന് ഒരു കൈവച്ച് നോക്കാം എന്നത് വന്നപ്പോൾ ആ ഫ്ലോറ് മൊത്തം അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു. അദ്ദേഹത്തിന് 5000 സ്ക്വയർ ഫീറ്റിലാണ്. 5000 സ്ക്വയർ ഫീറ്റിൽ കൂത്തുപറമ്പിൽ ഒരു ഫുഡ് കോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഭവമാണ്. എല്ലാം കിട്ടും. ഈ പറഞ്ഞ ജ്യൂസും എല്ലാം കിട്ടുന്ന ഒരു കൗണ്ടർ കൂത്തുപറമ്പിൽ ഇല്ലല്ലോ, വേറെ എവിടെയും. അത് ഫുഡ് കോർട്ട് അവിടെ. അത് കഴിഞ്ഞുള്ള പോർഷൻ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി വന്നാൽ കുട്ടികളാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അവർക്ക് ഉല്ലസിക്കാൻ വേണ്ടിയിട്ട്, കളിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലത്തെ ഫ്ലോറിൽ നമ്മൾ ഒരു ഫണ്ട് സോൺ ഏർപ്പാടാക്കി കൊടുത്തു. അത് നല്ല രീതിയിൽ തന്നെ കണ്ണൂർ ജില്ലയിലുള്ള ഒട്ടുമിക്ക മാളിൽ പോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പരിധി വരെ നമ്മൾ അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സർവീസ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 10 ദിവസത്തെ ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ഫീഡ്ബാക്ക് ആണ്. നല്ല ആൾക്കാർ അതിൽ എല്ലാവരും അതിൽ പങ്കാളികളായി ചേർന്നു. ശ്രീ അബൂബക്കർ, അക്കു എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, അബൂബക്കർ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? വിളിപ്പേരാണ് വീട്ടിലല്ല അല്ലേ? അക്കു, എങ്ങനെയാണ് നമ്മുടെ ഈ നിങ്ങളുടെ ഉടമകൾക്ക് ഗോൾഡൻ കാർഡ് പറഞ്ഞല്ലോ? നമ്മൾ സാധാരണ ആളുകളുണ്ടല്ലോ ഇവിടെ സാധനം വാങ്ങാൻ വരുന്നത്, ഉടമകളല്ലാത്തവർ. നിങ്ങൾ ഭയങ്കര ബുദ്ധിപരമായ നീക്കം നടത്തിയിരിക്കുന്നത്. 1000 പേരെ ആദ്യം തന്നെ നിങ്ങൾ ചേർത്ത് പിടിച്ചല്ലോ. 1000 പേരെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ 40,000 പേരായത്. കാരണം എന്താ, ഒരു വീട്ടില് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുമ്പോൾ 1,00,000 പേരെ നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ കൂട്ടി നിങ്ങൾക്കൊപ്പം നിർത്തിക്കഴിഞ്ഞു. അതിനപ്പുറം ഉള്ള ലക്ഷങ്ങൾ, ആയിരങ്ങൾ പുറത്ത് ഈ സ്ഥാപനത്തിലേക്ക് വരുന്നുണ്ട്. അവർക്ക് നിങ്ങൾ ഓഫർ ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അല്ല, നമ്മൾ അവർക്കും പിന്നെ പ്രിവിലേജ് കാർഡ് കൊടുക്കും, അവർക്ക് പോയിന്റ് സിസ്റ്റം കൊടുക്കുന്നുണ്ട്, നല്ല ഡിസ്കൗണ്ട് കൊടുക്കും. അവർ നമ്മൾ എല്ലാവരും നമ്മൾ ഒരേപോലെ. എന്താണ് നിങ്ങളുടെ ഓഫറുകൾ എന്തൊക്കെയാണ്? ഓഫർ അല്ല, നമ്മള് ശരിക്കും ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ബിസിനസ് പങ്കാളിയായിട്ടുള്ള വി എ മുഹമ്മദ് ബഷീർ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഈ 10ഓളം ഹൈപ്പർ മാർക്കറ്റും ഈ ഗംഗാവതി റേച്ചൂർ ഭാഗങ്ങളിലേക്കുള്ള കംപ്ലീറ്റ് ഹോൾസെയിൽ വ്യാപാരിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് എല്ലാം ഉൽപാദന കേന്ദ്രത്തിൽ നിന്നാണ് അദ്ദേഹം സാധനം പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പരിപ്പ് അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ കംപ്ലീറ്റ് ഇൻഡോർ ഭാഗത്തു നിന്നാണ് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പഞ്ചസാര, അത് മഹാരാഷ്ട്രയിലെ ഫാക്ടറിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സാധനങ്ങളും ഇവിടെ നമ്മളിപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഇത്രയും ആളുകളുടെ ഒരു ക്രൗഡ് തള്ളിക്കട്ടി ഉണ്ടാവാനുള്ള കാരണവും അത് തന്നെയാണ്. നമുക്ക് ഈ സാധനങ്ങൾ ഏറ്റവും ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വണ്ടി നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ വണ്ടിയിൽ ഡയറക്റ്റ് ലോഡ് നമുക്ക് നിരക്കിൽ ഫാക്ടറിയിൽ നമുക്ക് ഏറ്റവും ഉന്നത നിലവാരമുള്ള സാധനം തിരഞ്ഞെടുക്കാൻ പറ്റും. അത് നമുക്ക് വിപണന കേന്ദ്രത്തിന് പറ്റില്ല. കണക്കായിട്ടുള്ള ഒരു പാർട്ണർ നിങ്ങൾക്കുണ്ട്. അതെ, വലിയ ബഷീർ അദ്ദേഹമാണ് ഇതിന്റെ ശരിയായ ഈ ഇലക്ട്രോണിക് രംഗത്തുള്ള ഹാരിസ് മുട്ടമ്മൽ, അദ്ദേഹം അവിടെ റെസ്റ്റോറന്റ് ഫീൽഡിലൊക്കെ ഇല്ലേ? നമ്മൾ പ്രവാസ ലോകത്ത് കേട്ടിട്ടുണ്ട് മുട്ടമ്മൽ ഹാരിസ്. അവർക്കൊരു ബ്രാൻഡ് ഇല്ലേ, ഇലക്ട്രോണിക്സ് രംഗത്ത്. അവര് മറ്റേ ഹോട്ടൽ രംഗത്തില്ലേ, അങ്ങനെ ഒരു പേര് എല്ലായിടത്തും കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ ഇലക്ട്രോണിക്സ് രംഗത്ത് അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ആണോ ഉള്ളത്?
ഇലക്ട്രോണിക്സ് നമ്മുടെ ഈ ഇതിനകത്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ചെയ്യുന്ന ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ദുബൈയിൽ, അബുദാബി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. കൂടാതെ വിദേശ രാജ്യം, നമ്മളിപ്പോ ചൈനയൊക്കെ നമ്മളിപ്പം പല കണ്ടനർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ മുതൽക്കൂട്ടായി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വഹിച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. അത് കാരണം അദ്ദേഹത്തിന് അവിടെ 0-9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് അവിടെ ഉണ്ട് അബുദാബിയിൽ. ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടത്തേക്ക് ചൈനയിൽ നിന്ന് സാധനം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഒട്ടുമിക്ക ഹൗസ് ഹോൾഡിലേക്കും മറ്റേ ക്രോക്കറിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കഴിവാണ് നമ്മൾ ഈ പറയുന്ന. ഇപ്പൊ പ്രധാനമായിട്ട് അത് ഇത്തരം സാധനങ്ങളായി നമ്മൾ ഈ ആളുകൾക്ക് പലപ്പോഴും ഈ മീറ്റ്, ഫിഷ്, ഇത്തരം സാധനങ്ങൾ സത്യത്തിൽ പല സ്ഥലത്തും അത് വേണ്ടത്ര ക്വാളിറ്റിയിൽ വേണ്ടത്ര വിഭവങ്ങൾ കിട്ടാറില്ല. അതിന് നിങ്ങളുടെ കൗണ്ടറുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? അതിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ലുലു മാളിൽ പോയാൽ നമുക്ക് ഇറച്ചി ഏത് തരത്തിലും കിട്ടും. പക്ഷെ സാധാരണ കൂത്തുറമ്പ് ഒരു കടയിൽ പോയാൽ തറച്ചിട്ടുള്ള ഇറച്ചിയാണ് കിട്ടുക. അല്ലെങ്കിൽ മീനാണെങ്കിലും എല്ലാ വെറൈറ്റി മത്സ്യങ്ങൾ. അതെങ്ങനെയാണ് താങ്കൾ? നമ്മൾ ഇവിടെ നോക്കിയത്, നമ്മളിപ്പോ എന്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങുന്ന ഇറച്ചിയാവട്ടെ മത്സ്യമാവട്ടെ, മാംസായാലും മത്സ്യമായി കഴിഞ്ഞാലും പരമാവധി എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തിരഞ്ഞെടുക്കുന്ന എപ്പോഴും അത്രയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുമല്ലോ. അപ്പോൾ അത് രണ്ടും വാങ്ങുന്ന സ്ഥലം ഞാൻ പോയി നോക്കി. അപ്പോൾ അവരുടെ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു നോക്കിയപ്പോൾ, നമ്മൾ പോയി പഠിച്ചു നോക്കിയപ്പോൾ അതിലവർ ക്വാളിറ്റി, ഗുണനിലവാരം ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നല്ല ക്ലിയർ ആയിട്ട് മാത്രമേ ഈ മാംസവും മത്സ്യവും ഒക്കെ അവർ കൊണ്ടുവരും എന്നുള്ള ഒരു ഷ്യൂരിറ്റി. അത് എന്റെ വീട്ടിലേക്ക് വാങ്ങും എങ്ങനെയാണോ അത് അവിടെ നടപ്പിൽ വരുത്തണം എന്നൊരാശയം നമ്മൾ അവർക്ക് പറഞ്ഞു. ആ ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടായിരിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം പിന്നെ എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ ഈ ജീവനക്കാർ, ഇപ്പം നമ്മൾ ഏത് സ്ഥാപനത്തിൽ പോയാലും ജീവനക്കാരൊക്കെ ഇതര നമ്മളെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്. നിങ്ങൾ ഈ ജീവനക്കാരൊക്കെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ ഈ 140 പേര് ഇവിടെ ജീവനക്കാരായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ നിലവിലുള്ളതിൽ 130 ആളുകളും ഇവിടെ തന്നെ ഉള്ള ആളുകളാണ്, നാട്ടുകാരാണ്. അല്ലാണ്ട് നമ്മൾ പിന്നെ ഇവിടെയുള്ള ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഈ കയറ്റാനും വറക്കാനൊക്കെ ഉപയോഗിക്കുന്നല്ലാണ്ട് സെയിൽസിലും കൗണ്ടറിലും ബാക്കിയെല്ലാം ചെയ്യുന്നത് നാട്ടുകാർ തന്നെയാണ്. ഈ നമ്മൾ വേറെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞല്ലോ പ്രിവിലേജ് കാർഡുകൾ, വേറെ എന്തൊക്കെയാണ് നമ്മൾ ഈ ഓഫറുകൾ? ഇപ്പം നമ്മൾ പ്രവാസ ലോകത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഓഫറുകൾ ഇടുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ഓഫർ നോക്കിയിട്ടാണ് ശരാശരി മലയാളി, പ്രവാസി മലയാളികൾ ഒരു ആഴ്ചയിൽ ഈ സാധനങ്ങൾ വാങ്ങാൻ പോവുക. ഓഫർ അതിനെന്താ പറയുക, ചെറിയൊരു പേപ്പറിലും ഓൺലൈനിലും ഒക്കെ അവർ കാണിക്കുന്നത്, ഫ്ലയർ അടിച്ചിട്ട്. അതാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടുവരുന്നത്. അത്തരം ഒരു ഓഫറുകൾ നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഉണ്ടോ? അതിനെക്കുറിച്ച് ആലോചനയുണ്ടോ? നമ്മൾ 1-ാം തീയതി തുടങ്ങി ഈ പറഞ്ഞ അടുത്ത ഒരു ആഴ്ച ഏകദേശം 8-9 ദിവസത്തോളം നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറച്ച് സാധനം വിറ്റ് 8-10 ദിവസം നമ്മൾ തന്നെയാണ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും വില കുറച്ച് ആർക്കും കഴിയില്ല. ആദ്യത്തെ 10 ദിവസം വില കുറച്ച് കൊടുത്തുകൊണ്ട് അടുത്ത 10 ദിവസം വില കൂട്ടും. അല്ല, അത് ഇനിയിപ്പം ഇന്നിട്ട് ഓഫർ കൊടുത്ത ഐറ്റംസ് മാറ്റും, നമ്മൾ അടുത്ത സാധനത്തിന് കൊടുക്കും. ഒരു വീട്ടിലേക്ക് ഒരാഴ്ച ഉപയോഗിക്കുന്ന സാധനമല്ല, എനിക്കൊന്ന് ഒരു മാസം ഉപയോഗിക്കുന്ന സാധനം അത് ഞാൻ ആലോചിച്ചുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ ഹൈപ്പർ മാർക്കറ്റിന്റെ ആ ഒരു വൈബ് നമുക്ക് ഉണ്ടാവില്ല. ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓഫറാണ്. ഹോം ഡെലിവറിയുടെ സാധ്യത എത്രമാത്രമാണ്? ഹോം ഡെലിവറി നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്തായാലും. കാരണം ഇപ്പൊ തന്നെയുള്ള ക്രൗഡ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്തോളം ക്രൗഡാണ് ഇപ്പോഴും എല്ലാ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് സെറ്റ് ചെയ്ത്, കാരണം തുടക്കക്കാരല്ല നമ്മൾ, അത് സെറ്റ് ചെയ്തിട്ട് വേണം ആളുകളുടെ വീടുകളിലേക്ക് സാധനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. വണ്ടികളൊക്കെ റെഡിയാണ്, വണ്ടി സ്റ്റാഫൊക്കെ റെഡിയാണ്. പക്ഷെ അതിന്റെ ഒരു സാഹചര്യം, എത്ര കിലോമീറ്ററിലാണ് സർവീസ് കൊടുക്കാൻ? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ വിട്ട് പോവില്ല. 10 കിലോമീറ്ററിലെ ആളുകൾക്കാണല്ലോ ഇവിടെ ഓൾമോസ്റ്റ് തലശ്ശേരി എന്നുള്ള ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ പറ്റുന്നുണ്ട് നമുക്കിപ്പോ. പിന്നെ കണ്ണൂരിന് ഉള്ള ആളുകൾ കൂത്തുപറമ്പിനെ ആശ്രയിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ബുദ്ധിമുട്ടായിരിക്കും. അത് എന്റെ ഒരു പ്രധാന ചോദ്യം, 1000 ബിസിനസ് പങ്കാളികൾ നിങ്ങളോടൊപ്പം ചേർന്നു, 1000 കുടുംബങ്ങൾ നിലവിൽ 1000 കൂടെ വരും. അല്ല, ആ 1000 പേരും കൂടി വരുമ്പോൾ എന്താണ് അടുത്ത ലക്ഷ്യം? ഈ 1000 പേരും കൂടി വന്നിട്ട് ഇതിനി വളരുന്നതിനൊരു പരിമിതിയുണ്ട്. ഈ 30,000 സ്ക്വയർ ഫീറ്റ് ഓൾറെഡി ഫില്ലാണ്, കസ്റ്റമേഴ്സും ഫില്ലാണ്. അടുത്ത 1000 പേർ, നാബിന്റെ അടുത്ത ലക്ഷ്യം എന്താണ്? വെറുതെ 1000 പേരെ കൂട്ടി പൈസ വാങ്ങിയിട്ട് കാര്യമില്ല. അല്ല, ഈ പൈസ എന്ന് പറയുന്നത് ആക്ച്വലി 1000 ആളുകൾ കൊണ്ട് ഇത് തുടങ്ങാൻ കഴിയില്ല. ഈ സ്ഥാപനം തുടങ്ങാൻ 1000 ആളുകൾ കൊണ്ട് കഴിയില്ലല്ലോ. അത്രയും മുതൽ മുടക്ക് ഉള്ള ഒരു സംഭവമല്ലേ. എഗെയിൻ ഒരു 1000 ആളുകളൂടെ വന്നാലാണ് നമുക്ക് നമ്മളെ മുതൽ മുടക്കിന്റെ എനിക്ക് തോന്നുന്നു ഒരു പകുതിയെങ്കിലും, നമുക്ക് പകുതിയിൽ താഴെയെങ്കിലും ലഭിക്കുകയുള്ളൂ. ഇപ്പം ലഭിച്ച എമൗണ്ട് ഒന്നും വലിയൊരു എമൗണ്ട് അല്ലല്ലോ 1000 ആളുകളുടെ. എന്നാൽ ഇനിയും 1000 വന്നാൽ പോലും പകുതിയിൽ താഴെ നമ്മുടെ മുതൽ മുടക്കുണ്ടാവുന്ന എനിക്ക് എന്റെ കണക്ക് കൂട്ടാം നമ്മുടെ. അത് വെച്ചിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇനിയും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
ഒന്നും കൂടെ സാധനം ഈ അടുത്ത 1000 കൂടി വരുമ്പം ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്നും കൂടെ നമ്മൾ ക്വാണ്ടിറ്റി കൂടും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് സാധനങ്ങൾ വരുന്നത് ശരിയാണ്, പക്ഷെ നമ്മുടെ ഈ ഇപ്പോ ഒരുപാട് സ്റ്റേഷനറി ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ എത്രത്തോളം നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടോ അത്ര കണ്ട് നമുക്ക് വില കുറച്ച് കിട്ടും. റെഡി ക്യാഷ് പർച്ചേസിലേക്ക് പോവാന്നുള്ളത് തന്നെയല്ലേ ലക്ഷ്യമിടുന്നത്? റെഡി ക്യാഷിനകത്തൊരു പരിപാടിയില്ലല്ലോ, അത്രേ ഉള്ളൂ. റെഡി ക്യാഷ് മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചു. അങ്ങനെയാണ്. അല്ല, സാധാരണ നമ്മൾ കേൾക്കില്ലേ 45 days ആണ് എല്ലാവർക്കും ചെക്ക്. അതെ, നമ്മൾ ഒരു കുട്ടിക്ക് ഒരാൾക്ക് നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റി ഇതുവരെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടില്ല. അത് പിന്നെ നമ്മൾ ജനങ്ങളോട് നമുക്ക് ഈ പറയുന്ന ഓഫർ കൊടുത്ത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ഇപ്പൊ നമ്മൾ റെഡി ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെഡി ക്യാഷ് പർച്ചേസ് തന്നെയാണ്. അതാണ്. അപ്പൊ നാബ് ഇപ്പൊ കൂത്തുപറമ്പിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ, വേറെ സ്ഥലത്തേക്കൊന്നും ആലോചനയില്ല. നമ്മളൊന്നും ഇരിക്കട്ടെ. ഇനി നിങ്ങൾ ഷെയർ ഹോൾഡർക്ക് നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ട്. അത് ഷെയർ ഹോൾഡേഴ്സിന് അത് അതായത് 20,000 ഷെയർ എടുത്തു കഴിഞ്ഞാല് 15,000 രൂപയോളം സാധനം അവർക്ക് ഒരു മാസം വാങ്ങാം. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോ മാസത്തിൽ സാലറി വാങ്ങുന്ന ആളുകൾ മാസം അവസാനമാണ് പേയ്മെന്റ് നടത്തിയാൽ മതി. അതെ, 30 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തണം. എന്നാലും അവർക്ക് കച്ചവടത്തിൽ കൊടുക്കേണ്ട ലാഭവിഹിതം നമ്മൾ ഒരു കൊല്ലം കൊണ്ട് കൊടുക്കും. ഈ 30 ദിവസത്തിനുള്ളിൽ തിരിച്ചടവ് സംഭവിച്ചാൽ, അടക്കാതെ പോയി കഴിഞ്ഞാൽ അതിന് മാറ്റങ്ങൾ വരും. അല്ലാത്ത രീതിയിൽ അവർക്ക് ഈ പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ ഒരു പൈസയും മുടക്കണ്ട. ഈ മാസം അവർ പണിയെടുക്കുന്നു, ശമ്പളം വാങ്ങുന്നു, അത് സാധനം വാങ്ങേണ്ട പൈസ നമുക്ക് തരുന്നു. തിരിച്ച് അഗൈൻ വീണ്ടും അവർ എവിടെയെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുന്നു, അതിന് ശമ്പളം വാങ്ങുന്നു, ഒരു മാസം സാധനം വാങ്ങുന്നു, നമുക്ക് തിരിച്ചടവ് തരുന്നു. ഇങ്ങനെ പോയാൽ അവർക്കൊരു മുതൽ മുടക്കില്ല. യഥാർത്ഥത്തിൽ 20,000 എന്ന് പറഞ്ഞൊരു പേര് മാത്രമാണ്, മുതൽ മുടക്കൊന്നും ഇല്ലല്ലോ. നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുകയില്ല, 15,000 ക്രെഡിറ്റ് കൊടുക്കുകയല്ലേ. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം കൂടെ നമ്മൾ ഈ ഗോൾഡൻ കാർഡ് മെമ്പേഴ്സിന് ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അറിയേണ്ടത് ഇവർ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇവരാരാണ്, ഇവരുടെ മാതാപിതാക്കൾ ആരാണ് എന്നെല്ലാം ഒന്ന് ചോദിക്കണ്ടേ? കാരണം നമ്മളെ ശരിയായ സർവകലാശാല നമ്മുടെ വീടാണ് അല്ലേ? അപ്പൊ ഹാരിസ്, സോറി, ഈ ഹാരിസ് എന്നുള്ള പേര് അത് ഇടയ്ക്ക് അബുദാബിയിൽ ദുബായിൽ കാണില്ല അദ്ദേഹത്തെ, അതുകൊണ്ടായിരിക്കും. ശ്രീ നൗഫൽ ദമാസ്കോ, താങ്കളുടെ മാതാപിതാക്കൾ? എൻ്റെ ഉപ്പ കരിയാടൻ ബയോത്ത് യൂസഫ് ഹാജിയാണ്. അദ്ദേഹത്തിന്റെ നാട് തലശ്ശേരിയിലാണ്, സേതാറ പള്ളിക്കടുത്താണ്. ഉമ്മ അരിപ്പയിൽ ഖദീജ എന്നാണ്. ഉപ്പ ഇപ്പൊ എൻ്റെ കൂടെ ഇല്ല. കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് അദ്ദേഹം നമ്മളെ വേർവിട്ടു. ഉപ്പാന്റെ ബിസിനസ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ ഫ്ലോർ മാറ്റ് ഇങ്ങനെയുള്ള ഒരു തലശ്ശേരിയിൽ ഒരു അറിയപ്പെട്ട ഒരു ഹോൾസെയിൽ വ്യാപാരിയായിരുന്നു. ചൂടി പായ അങ്ങനെയുള്ള കച്ചവടത്തിന്റെ ഒരു ഹോൾസെയിൽ വ്യാപാരിയായിരുന്നു തലശ്ശേരി. അദ്ദേഹം അത് വളരെയധികം കൊണ്ടുപോയി. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ വളർന്ന നമ്മളൊരു ഇത് വെച്ചിട്ട് നമ്മൾ ഉമ്മാന്റെ വീട്ടിൽ നമ്മൾ താമസം ഉണ്ടാവും. അപ്പൊ അത് വെച്ച് അതുകൊണ്ട് നമ്മൾ 7 പേരുണ്ട്. 7 പേര്. മൂത്തയാളാരാണ്? മൂത്തയാള് ഷെഫീഖ് എന്ന് പറയും. അദ്ദേഹമാണ് ഇപ്പോൾ ഈ നമാസ്കോ ഇന്റർനാഷണൽ ട്രേഡ്സ് ആൻഡ് എക്സ്പോർട്സിന്റെ സിദ്ധാപുരത്തുള്ള ബിസിനസ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. രണ്ടാമത്തെ ഞാനാണ്. മൂന്നാമത്തെ ആള് ആഷിഖ്, തലശ്ശേരിയിൽ ഒരു ഹോൾസെയിൽ ഈ വെളിച്ചെണ്ണ തന്നെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം മറ്റേ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഒക്കെ ആണെന്നുണ്ട് തലശ്ശേരി. ആഷിഖ്. 4-മത്തെ ആള് ജംഷീർ, എൻ്റെ കൂടെ തന്നെ പാച്ചപ്പയ്കയിൽ നമ്മളിവിടെ ഉണ്ട്. പിന്നെ 5-മത്തെ ആള് അതിനിടയിൽ ഫൈസൽ, 4-മത്തെ ഫൈസലാണ്. 5-മത്തെ ജംഷീർ. ഫൈസൽ ഖത്തറിലാണ്. ഖത്തറിൽ എല്ലാ ഒരു പെണ്ണുണ്ട്. 6-മത്തെ ഷിജിനാസ്. അവരെവിടെയുള്ളത്? അദ്ദേഹം പുള്ളിയും ഖത്തറിൽ തന്നെയാണ്. പുള്ളിയും ഇവർക്ക് എൻ്റെ അനുജൻ 2 ആളും പെങ്ങളുടെ ഭർത്താവും ഒക്കെ ഖത്തറിൽ സെറ്റിൽഡ് ആണ്. അതെ, പ്രവാസ ലോകം. നിങ്ങളുടെ ജീവിത പങ്കാളി റഷ, അത് തലശ്ശേരിയിലായിരുന്നു തറവാട്. അവര് കതിരൂരിലാണ് താമസം ഉണ്ടായിരുന്നത്. മക്കൾ എത്ര പേരുണ്ട്? എനിക്ക് 3 ആളാണ്. ഒരു ഏറ്റവും മൂത്താള് മുഹമ്മദ് മാസിൻ. അദ്ദേഹം ബാംഗ്ലൂർ സെന്റ് ജോസഫിൽ BBA പഠിക്കണം. അതെ, ഇങ്ങനെ അതിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നു. 2-മത്തെ ആള് മുഹമ്മദ് സറാർ, മൗണ്ട് ഗേഡ് പെരിങ്ങത്തൂർ പഠിക്കുന്നു. 3-മത്തത് പെൺകുട്ടിയാണ് അമ്ര നോഫൽ, റിംസ് തലശ്ശേരിയിൽ പഠിക്കുന്നു. എന്താണ് മാതാപിതാക്കളുടെ? ഫാദർ KP അസ്വാജി. എവിടെയാണ്? ആദ്യം പള്ളിക്കൊപ്പുണ്ടായി, ഇപ്പം പെട്രോൾ പമ്പ്, പുറത്ത് പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട്. ഉമ്മ നഫീസ വീട്ടിൽ തന്നെ ഉണ്ട്. ഉപ്പാന്റെ ശരിക്ക് കർണാടകയിൽ തന്നെയായിരുന്നു ബിസിനസ്. ഇവിടെ നിങ്ങൾ എത്ര സഹോദരങ്ങളാണ്? നമ്മള് 3 ബ്രദേഴ്സും ഒരു സിസ്റ്റേഴ്സും. മൂത്ത പെങ്ങള് സിസ്റ്ററാണ് ഖദീജ, 2-മത് ഞാൻ, 3-മത് ഹാഷിം, 4-മത് അഷറഫ്, 5-മത് ഹാരിസ്.
ഇത് കുടുംബ ബന്ധങ്ങൾക്ക് നമ്മൾ വലിയ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സർവകലാശാല നമ്മുടെ വീടാണ്. അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്, അവർ പേരടക്കം ചോദിക്കുന്നത്. കാരണം ഏറ്റവും ദൃഢമായ കുടുംബ ബന്ധം ഉള്ളത് ഭാരതത്തിലാണ്, പ്രത്യേകിച്ച് കേരളത്തിലാണ്. താങ്കളുടെ ജീവിത പങ്കാളി എവിടെയാണ്? ഹൗസ് വൈഫ്. ബിസിനസ് രംഗത്തേക്ക് വന്നിട്ടില്ല. എത്ര മക്കളാണ്? 4 മക്കള്. റിഫ ബ്രണങ്കുളി പഠിക്കുന്നുണ്ട്, BBA പഠിക്കുന്നുണ്ട്. എല്ലാരും ബിസിനസ് രംഗത്തേക്കാണ്. രണ്ടാമത്തെ അമീൻ, പിന്നെ അസാൻ, നാലാമത്തെ ഐബക്, ബാക്കി 3 റാണിജില്ല പഠിക്കുന്നു. ഇവിടെ തന്നെ. എങ്ങനെയുണ്ട് ബിസിനസ് രംഗത്തെ ഈ ജീവിതാനുഭവങ്ങൾ നൽകുന്ന ഒരു അതിന്റെ ഒരു നമുക്ക് പ്രേക്ഷകരോട് പറയാൻ, താങ്കളുടെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പുതിയ തലമുറയോട് പറയാം? എല്ലാം BBA പഠിക്കുന്ന കുട്ടികളാണ്. താങ്കളെല്ലാം ഇപ്പം പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഒരു B.Ed എടുക്കുക, അധ്യാപകനാകാന്നൊക്കെയായിരുന്നു. ഇപ്പൊ എല്ലാം ബിസിനസ് രംഗത്തേക്കാണ്. പാരമ്പര്യമായിട്ട് ഇങ്ങനെ നമ്മൾ ബിസിനസ്സിലേക്കല്ല കൊണ്ടുവരാം. എന്താണ് എക്സ്പീരിയൻസിൽ താങ്കൾക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട്, സമൂഹത്തോട്? അല്ല, ബിസിനസ് നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ വിജയിക്കും. അതാണ് നമ്മൾ പഠിച്ച പാഠം. ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും തീർച്ചയായും നമുക്കൊരു ലക്ഷ്യം, നമ്മൾ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവും. അത് ഞാൻ തന്നെ എനിക്ക് ഉദാഹരണം, അത്രയും ഞാൻ പറഞ്ഞല്ലോ പല ഘട്ടങ്ങളിലും. അതുപോലെ നമ്മൾ മക്കൾക്കും കൊടുക്കുന്നത് അത് തന്നെയാണ്. സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാവണം. നാട്ടുകാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. പ്രേക്ഷകരെ, ഈ സക്സസ് സ്റ്റോറിയുടെ എപ്പിസോഡിൽ നമ്മൾ കടന്നുപോയത്, ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന വലിയ സംഭവമൊന്നുമല്ല. നല്ല പൈസയുള്ള ആൾക്ക് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാം. നമ്മൾ അങ്ങനെ ഒത്തിരി ആളുകൾ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ട്. പക്ഷേ ജനപങ്കാളിത്തത്തോടുകൂടി ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുക, ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അത് ഒരു വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് നാബിനെ തേടി ഞങ്ങൾ വന്നത്. ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ നൗഫൽ നമാസ്കോയും അതുപോലെ എൻ്റെ ഡയറക്ടർ നമ്മൾ അക്കു എന്ന് വിളിക്കാം, എല്ലാവർക്കും പ്രിയപ്പെട്ട അക്കുവൊക്കെ അതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റു 2 പേരും കൂടി ഉണ്ട്, ഹാരിസും ബഷീറും. ഇവർ 4 പേരും നേതൃത്വം നൽകി 1000 കുടുംബങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇനി 1000 പേർ കൂടി വരുന്നു. അപ്പോൾ ഒരു ചെറിയ പൈസയ്ക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ 20,000 രൂപയ്ക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പിന്നെ അവർ പറഞ്ഞ ഗോൾഡൻ കാർഡും അത് സാധാരണക്കാർക്കുള്ള പ്രിവിലേജ് കാർഡും പിന്നെ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കി മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഒരു മാതൃകയാണ്. എനിക്ക് തോന്നുന്നു വടക്കേ മലബാറിൽ, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്ര ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഇവർ തന്നെ ആയിരിക്കണം. എന്തായാലും വടക്കേ മലബാറിൽ ഇവർ തന്നെയാണ്. നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് വേറെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. LLP ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് മറ്റ് രീതിയിലുണ്ട്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന നിലക്ക് ഹൈപ്പർ മാർക്കറ്റ് പുതിയ തുടക്കമാണ്, വലിയ പ്രതീക്ഷയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് ഇത് അനുകരിക്കാൻ പറ്റിയ ഒരു മേഖലയാണ്. വളരെ ഡെഡിക്കേറ്റഡായി ജീവിതത്തിലുടനീളം വളരെ പിച്ച വെച്ച് വളർന്ന് പലതവണ വീണ് പ്രതിസന്ധികൾ കടന്ന് വ്യാപാര രംഗത്ത് വളർന്നു വന്ന, വ്യവസായ രംഗത്ത് വളർന്നു വന്ന 4 പേരാണ് ഇതിൻ്റെ അണിയറ ശില്പികൾ. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഇതൊരു പാഠമാണ്, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതൊരു പാഠപുസ്തകമാണ്. പഠിക്കാം നമുക്ക് ഇവരെ. എനിക്ക് അത്രേ സക്സസ് സ്റ്റോറിയിലെ പ്രേക്ഷകരോട് പറയാനുള്ളൂ. വിലയേറിയ സമയം സക്സസ് സ്റ്റോറിക്ക് വേണ്ടി ചിലവഴിച്ച നൗഫൽ നമാസ്കോക്കും അബൂബക്കറിനും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം. പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.